Is decentralized finance safer than the centralized finance? കറൻ്റ്ലി നമ്മൾ എല്ലാവരും ഒരു സെൻട്രലൈസ്ഡ് ഫിനാൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഭാവിയിൽ നമ്മൾ എല്ലാവരും ഈ ഒരു സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിൽ നിന്നും ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിലേക്ക് വഴിമാറുകയാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിൽ നിന്നൊരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിലേക്ക് മാറണം എന്നുള്ളൊരു ഡിബേറ്റ് കാര്യങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ നേട്ടങ്ങൾ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. പ്രസന്റ്ലി നമ്മൾ എല്ലാവരും ഒരു സെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു സെൻട്രലൈസ്ഡ് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ, ഒരു കഥ പോലെ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, രാമു ദാമു എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ദാമുവിന് കുറച്ച് പൈസയുടെ ആവശ്യം വരികയും രാമു തൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കടം കൊടുത്ത് സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിലുകൾ ഒരു ബുക്കിൽ എഴുതുകയും ആ ഒരു ബുക്ക് ഒരു ബാങ്കിൽ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിലുകൾ ഒരു ഡോക്യുമെൻറ്റിൽ റെക്കോർഡ് ചെയ്യുകയും ആ ഒരു ഡോക്യുമെൻ്റ് ഒരു ബാങ്ക് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ എന്താണ് ഒരു സെൻട്രലൈസ്ഡ് ഫിനാൻസ് മാനേജ് സിസ്റ്റം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാര്യം എല്ലാവരുടെയും ട്രാൻസാക്ഷണൽ ഡേറ്റാസ് ആക്ച്വലി ഒരു റെക്കോർഡ് ആക്കിയിട്ട് നമ്മൾ ബാങ്കുകളിലാണ് കീപ്പ് ചെയ്യുന്നത്. അതായത് ഒരു എൻറ്റിറ്റീസിൻ്റെ കയ്യിലും മാത്രമേ ഈ ഒരു ട്രാൻസാക്ഷണൽ ഡീറ്റെയിലുകൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കറപ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ ആ ഒരു റെക്കോർഡ് നശിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു ഹോൾ സൊസൈറ്റിയുടെ ട്രാൻസാക്ഷണൽ ഡീറ്റെയിൽ ആണ് ആക്ച്വലി അവിടെ നശിച്ചു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ആക്ച്വലി ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നിലേക്ക് വരുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് ആക്ച്വലി ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് മറികടക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഇവിടെയും നമുക്ക് ആദ്യം പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കാം. രാമു ദാമു എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ദാമുവിന് പൈസയുടെ ആവശ്യം വരികയും രാമു തൻ്റെ കയ്യിൽ നിന്നും പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ് ഒരു ബുക്കിൽ എഴുതുകയും ആ ഒരു ബുക്ക് രണ്ട് പേരുടെ കയ്യിലും കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് രണ്ട് കോപ്പിയുള്ള ആ ഒരു റെക്കോർഡുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു റെക്കോർഡ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലും മറ്റൊരാളുടെ കയ്യിൽ അതേ റെക്കോർഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരു റെക്കോർഡ് നശിച്ചെന്നും പറഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് റെക്കോർഡ് നശിച്ചു പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റും അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിൽ നിന്നും ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറുക എന്ന രീതിയിലേക്ക് ഡിബേറ്റും അതുപോലെ ചർച്ചയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ നിങ്ങളും കൂടി നിങ്ങളുടെ രേഖകളും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആശയങ്ങളും കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പങ്കുവെക്കുക. സോ നമുക്ക് അടുത്ത് വെക്കണം. ബൈ.